മലയാളത്തിൻ്റെ സുഹൃത്തും എം.ടി. വാസുദേവൻ നായർ അന്തരിച്ചു. ഹൃദയസംബന്ധമായ അസുഖത്തെ തുടർന്ന് കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ 11 ദിവസമായി ചികിത്സയിലായിരുന്നു. എഴുത്തിൻ്റെ 70 ആണ്ട് പിന്നിട്ട എം.ടി. എന്ന രണ്ടക്ഷരത്തിൽ മലയാളക്കര കടന്ന സാഹിത്യ പ്രതിഭയാണ് വിട ചൊല്ലിയത്. 2024 ക്രിസ്മസ് ആഘോഷം അവസാനിക്കും മുൻപാണ് മലയാളികളെ ദുഃഖത്തിലാഴ്ത്തിയ വാർത്ത വരുന്നത്. 1933 ജൂലൈ 13 പാലക്കാട് കൂടല്ലൂരിൽ ജനനം. പിതാവ് തൃശൂർ പുന്നയൂർക്കുളം ടി. നാരായണൻ നായർ, മാതാവ് പാലക്കാട് കൂടല്ലൂർ അമ്മാളുവമ്മ. നോവലിസ്റ്റ്, ചെറുകഥാകൃത്ത്, തിരക്കഥാകൃത്ത്, ചലച്ചിത്ര സംവിധായകൻ, നാടകകൃത്ത് എന്നീ നിലകളിൽ പ്രശസ്തൻ. ബാലസാഹിത്യം, സഞ്ചാര സാഹിത്യം, ഉപന്യാസരചന എന്നീ മേഖലകളിലും പ്രതിഭ തെളിയിച്ചിട്ടുണ്ട്. 1965 മുറപ്പെണ്ണ് എന്ന സിനിമയ്ക്ക് തിരക്കഥ രചിച്ചുകൊണ്ടാണ് മലയാള സിനിമാ പ്രവേശം. 63 സിനിമകൾക്ക് തിരക്കഥ എഴുതി. മനോരഥങ്ങളാണ് അവസാനത്തേത്. മഞ്ഞ്, നാലുകെട്ട്, അസുരവിത്ത്, കാലം, രണ്ടാമൂഴം എന്നിവ എം.ടിയുടെ പ്രശസ്ത നോവലുകളാണ്. ഇരുട്ടിൻ്റെ ആത്മാവ്, ഓളവും തീരവും, നിന്റെ ഓർമ്മയ്ക്ക്, ഷെർലക്, കുട്ടിയെടത്തി, വാനപ്രസ്ഥം, വേദനയുടെ പൂക്കൾ, രക്തം പുരണ്ട മൺതരികൾ എന്നിവ ഏറെ വായിക്കപ്പെട്ട കഥകളാണ്. 1973 ഇറങ്ങിയ നിർമാല്യം സംവിധാനം ചെയ്ത് ഇന്ത്യൻ സിനിമാ രംഗത്തും സാന്നിധ്യമറിയിച്ചു. നിർമാല്യം, ഒരു ചെറുപുഞ്ചിരി എന്നീ സിനിമകൾക്ക് ദേശീയ ചലച്ചിത്ര പുരസ്കാരവും ലഭിച്ചു. മോഹിനിയാട്ടം, ബന്ധനം, ദേവലോകം, വാരിക്കുഴി, മഞ്ജു, കടവ് എന്നിവയാണ് എം.ടി. സംവിധാനം ചെയ്ത മറ്റ് സിനിമകൾ. ഇന്ത്യൻ സാഹിത്യരംഗത്തെ പരമോന്നത ബഹുമതിയായ ജ്ഞാനപീഠം 1995 നൽകി രാജ്യം ആദരിച്ചു. പത്മഭൂഷൺ, എഴുത്തച്ഛൻ പുരസ്കാരം, ജെ.സി. ഡാനിയൽ പുരസ്കാരം, പ്രഥമ കേരള ജ്യോതി പുരസ്കാരം, കേരള നിയമസഭാ പുരസ്കാരം എന്നിവയാണ് ലഭിച്ച മറ്റ് ബഹുമതികൾ.